ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ഭക്ഷണ വിതരണം 7ാം വർഷത്തിലേക്ക്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നടന്ന 7ാം വാർഷികാഘോഷവും ഭക്ഷണ വിതരണവും ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാശുപത്രിയിലെ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി ദിവസം തോറും നൂറുകണക്കിന് ഭക്ഷണപ്പൊതികളാണ് ഡിവൈഎഫ്ഐ വിതരണം ചെയ്തത്. വീടുകളിൽ പാകം ചെയ്ത ഭക്ഷണം പൊതിയായി ശേഖരിച്ചാണ് വിതരണം. വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഡിവൈഎഫ്ഐ ആശുപത്രികളിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ 6 വർഷത്തിനകം 20 ലക്ഷത്തിലധികം ഭക്ഷണപ്പൊതികളാണ് വിതരണം ചെയ്തത്. പാലക്കാട് ജില്ലാശുപത്രിയിൽ ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഭക്ഷണ വിതരണം. ഹൃദയപൂർവ്വം പദ്ധതിയുടെ 7ാം വാർഷികാഘോഷവും ഭക്ഷണ വിതരണവും ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജർ ഉദ്ഘാടനം ചെയ്തു. പ്രളയവും നിപ്പയും കോവിഡും നിറഞ്ഞുനിന്ന നാളുകളിൽ പോലും ഒരു ദിവസത്തെ മുടക്കമില്ലാതെയാണ് ഡിവൈഎഫ്ഐ ഭക്ഷണം വിതരണം ചെയ്തതെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ പറഞ്ഞു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ആരംഭിച്ചിട്ടുള്ള കഴിഞ്ഞ 2019 മെയ് മാസം 19-നാണ് കേരളത്തിൻ്റെ മഹാനായ മുൻ മുഖ്യമന്ത്രി, മനുഷ്യസ്നേഹിയായ നേതാവ് സഖാവ് എ.കെ. നായനാരുടെ നായനാർ ദിനത്തിൽ ആരംഭിച്ച ഹൃദയപൂർവ്വം പദ്ധതി വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ എന്ന പേരിൽ ഇപ്പോൾ ഇന്ന് 6 വർഷം പൂർത്തിയാവുകയാണ്. ഇതിനോടകം തന്നെ ഒരു ദിവസം പോലും മുടക്കമില്ലാതെ നമ്മുടെ ജില്ലയിലെ സുമനസ്സുകളുടെ, മനുഷ്യസ്നേഹികളുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി 20 ലക്ഷത്തിലധികം വരുന്ന പൊതിച്ചോറുകളാണ്, ഭക്ഷണമാണ് ഈ കഴിഞ്ഞ 6 വർഷത്തിനോടകം ഈ ജില്ലാ ആശുപത്രിയിൽ വിതരണം ചെയ്തു. തീർച്ചയായും ജാതിക്കും മതത്തിനും മറ്റെല്ലാ വിഭാഗീയമായ ചിന്തകൾക്കും അപ്പുറം ആര് പാകം ചെയ്യുന്നു എന്നോ ഏത് വീട്ടിൽ ഉണ്ടാക്കുന്നു എന്നോ ഒന്നും ചർച്ച ചെയ്യാതെ ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്കും അവർക്ക് കൂട്ടിരിപ്പിനുമായി എത്തുന്ന പതിനായിരക്കണക്കിന് മനുഷ്യർ ഈ കഴിഞ്ഞ 6 വർഷത്തിനകം ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം പദ്ധതിയുടെ ഭാഗമായി. ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ, ജില്ലാ ട്രഷറർ എം രണ്ടീഷ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി വി രതീഷ്, എസ് ഷക്കീർ, പി എം ആർഷോ, ഷിബി കൃഷ്ണ തുടങ്ങിയവരും പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.